വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവൂർ. ഞാനൊരു നബിദിനത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു. അതായത് കഴിഞ്ഞ ഓഗസ്റ്റ് 16 ഞായറാഴ്ച ഒരു മദ്രസയിൽ, ഒരു സുന്നി മദ്രസയിൽ നടന്ന നബിദിനാഘോഷമാണ്. കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതിൽ പെൺകുട്ടികളുടെ പരിപാടി എന്നുള്ളൊരു ഞെട്ടിച്ചില്ല. അതിലൊരു അറേബ്യൻ വേഷമൊക്കെ ധരിച്ചിട്ട് ഒരു പെൺകുട്ടികളുടെ ഡാൻസ്, അത് മദ്രസയിലെ നബിദിനത്തിന് പെൺകുട്ടികളിലൊക്കെ ഡാൻസ് ആടുക എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ അംഗീകരിച്ചോളണമെന്നില്ല, ചില ആളുകൾക്ക് അത് കുട്ടികളല്ലേ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു പക്ഷേ വീഡിയോ കണ്ടിട്ടുണ്ടോ? ഇത് ഞാൻ ആ മദ്രസയുടെ പേരൊക്കെ ഇതിൽ കാണുന്നുണ്ട്, ഞാനായിട്ട് ആ പേര് പറയുന്നില്ല. അപ്പോൾ അതിൽ കുട്ടികളുടെ കവാലിയുണ്ട്, കുട്ടികളുടെ മാലകളുമായി ഇതുണ്ടല്ലോ, നഫിസത്ത് മാല, അങ്ങനെ ഒരുപാട് മാലകൾ, അങ്ങനെ മാല ഓതുന്നതുണ്ട്. പിന്നെ അതിൽ കുട്ടികളിലൊരു ഗംഭീരമായ ഡാൻസ്. പൊതുവേ ഡാൻസിനോട് വിരോധം കാണിക്കുന്ന ആളുകളുണ്ട്. ഡാൻസ് ആടാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. ഒരു ഹദീസിൽ കാണുന്ന സംഭവമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോയിട്ട് വന്നപ്പോൾ, വിജയിച്ച് വന്നപ്പോൾ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു, ഞാൻ റസൂലെ, നിങ്ങൾ യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ നൃത്തം ചെയ്യാൻ ഞാൻ നേർച്ച നേർന്നിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീക്ക് നൃത്തം ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ആ സ്ത്രീ പരസ്യമായിട്ട് നൃത്തം ചെയ്തു. അത് കാണാൻ സ്വഹാബികളുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇങ്ങനെ ഈ നൃത്തം, ഈ പെൺകുട്ടികൾ നൃത്തമാടുക, ചില ഹദീസുകളിലൊക്കെ പെൺകുട്ടികൾ ദഫ് മുട്ടിയ സംഭവങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇങ്ങനെ മദ്രസയിൽ ദഫ് മുട്ടുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അതൊരു കുട്ടികളല്ലേ, അവരാഘോഷിക്കട്ടെ. ഈ നബിദിനം എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളുടെ ഒരു കലാമത്സരങ്ങളും കൂടി അരങ്ങേറുന്നൊരു സമയമാണ്. ഹബീബായ റസൂലുള്ളാഹിനെ സ്നേഹിക്കലാണ് നബിദിനം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേക ദിനമൊന്നുമില്ല, എല്ലാ ദിനത്തിലും റസൂലുള്ളാഹിൻ്റെ ദിനം തന്നെയാണ്. പക്ഷേ ചില ആളുകൾ നബിദിനം എന്ന് പറഞ്ഞിട്ടൊരു റബീഉൽ അവ്വൽ ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹബീബായ റസൂൽ സ്നേഹം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സുന്നികളുടെ മദ്രസകളിൽ ഇങ്ങനെ ആഘോഷ പരിപാടികളുണ്ടാവും, കുട്ടികളുടെ കലാപരിപാടികൾ. ആ കലാപരിപാടികളുടെ ഭാഗമായിട്ടാണ് ഈ പെൺകുട്ടികളുടെ ഈ ഡാൻസ് നടന്നിട്ടുള്ളത്. നമ്മുടെ വീഡിയോ കാണുന്ന ചിലർക്കൊക്കെ അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. ചിലർക്ക് ഇത്രേ പറയാനുള്ളൂ, അത് പെൺകുട്ടികളല്ലേ, ചെറിയ കുട്ടികൾ ആ മദ്രസ പരിപാടിയിൽ വെച്ച് ഡാൻസ് ആടിയത് അതൊരു വലിയൊരു പരിക്കാക്കാനുള്ളതല്ല. പിന്നെ ചിലർ അങ്ങനെ നിങ്ങൾ ഓണത്തിന് ഡാൻസ് ആടുന്നുണ്ടല്ലോ തെരുവിൽ, അതുപോലെ അല്ലല്ലോ ഇത്. എന്തായാലും ചില ആളുകൾക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. ഇന്നാലില്ല, എന്താ ഇപ്പോൾ ഈ കാണുന്ന ലോകം അവസാനിക്കാനായി. എന്തായാലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എങ്ങനെ കാണുന്നു കുട്ടികളുടെ ഈ ഒരു പരിപാടി? ഇത് കുട്ടികളുടെ പരിപാടിയാണ്. എന്തായാലും ഉസ്താദുമാർ ഇതിനോടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായതുകൊണ്ടാണ് ഇത് നടത്തിയിട്ടുള്ളത്. അതും ഈ കഴിഞ്ഞ ആഗസ്റ്റ് 16 ഞായറാഴ്ച നടന്നൊരു പരിപാടിയാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഈ ഒരു മദ്രസയിലെ ഈ പെൺകുട്ടികളുടെ ഈ രീതിയിലുള്ള നബിദിന ആഘോഷങ്ങൾ പലപ്പോഴും അതിരുവിടും. ഈ നബിദിനത്തിന് ഇത്രയും സപ്പോർട്ട് കിട്ടാൻ കാരണം മൗലിദ് ചെല്ലുന്നത് കൊണ്ടല്ല, അല്ലെങ്കിൽ സ്വലാത്ത് ചെല്ലുന്ന പരിപാടി മാത്രമാണെങ്കിൽ യുവാക്കളുടെയും കുട്ടികളുടെയും സപ്പോർട്ട് ഉണ്ടാവില്ല. ഇതൊരു ആഘോഷമാണ്. ഈ ആഘോഷം പല രീതിയിൽ ആഘോഷിക്കപ്പെടലില്ല. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ആൾക്കൂട്ടം ഉണ്ടാവുന്നത്. ആഘോഷത്തിനപ്പുറം ആത്മീയമായൊരു അനുഭവമായിരിക്കണം നബിദിനം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് ആ മദ്രസയിലെ നബിദിനാഘോഷത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ നബിദിന പരിപാടികളുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് പരിപാടി താനൂരിൽ നിന്നും സയ്യിദ് മഹബൂബ് തങ്ങൾ. സുന്ദരവദനം പൂവാണ്, അഞ്ചിൽ പ്രേമോളി തെളിവാണ്, സ്വർഗീയ രാജാവേ സുന്ദരനാണ്, സ്വർഗീയ റാണികൾ കാത്തിരിപ്പാണ്, നബിയേ നബിയേ ഓ താജേ. വിരിശേരുന്നൊരു നബിയാണ്, പത്തരമാറ്റൊളിച്ചേലാണ്, സുന്ദരവദനം പൂവാണ്, അഞ്ചിൽ പ്രഭയോളി തെളിവാണ്, സ്വർഗീയ രാജാവ് സുന്ദരനാണ്, സ്വർഗീയ റാണികൾ കാത്തിരിപ്പാണ്, നബിയേ 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 ഓ താജേ. മറ്റൊന്ന് മലപ്പുറത്ത് നിന്ന് ഫാത്തിമ നജ. മെഹബൂബ് നബിക്കൊളിച്ചേല് മഹിവാഴ്ത്തിയ തിരുനബി മോള്, മലരായ ജമാല് മധുദീനിലൊളിഞ്ഞ സബീല്, യാ ഫാത്തിമ സഹ്റ ബതൂല്, മെഹബൂബ് നബിക്കൊളിച്ചേല് മഹിവാഴ്ത്തിയ തിരുനബി മോള്, പൊന്നുപ്പ റസൂലിൻ കരാള, പൊന്നുപ്പ റസൂലിൻ കരാളായി മിന്നത്തൊളിവായ വസീല, ഈ പറഞ്ഞ മാന്ത്രിക ഫാത്തിമ നൂറ, ഹസനും ഹുസൈനിൻ പ്രിയ ഉമ്മ, ഈമാന് തിളങ്ങിയ ഹിമ്മ, യാ ഫാത്തിമ സഹ്റ ബതൂല്, മെഹബൂബ് നബിക്കൊളിച്ചേല്
മഹിവാഴ്ത്തിയ തിരുനബി മോള്. മറ്റൊന്ന് മലപ്പുറത്ത് നിന്ന് മുഹമ്മദ് മുഹ്സിൻ. ഇഷ്ടമാണ് നബിയെ ഉടയോന്റെ നിധിയെ അങ്ങല്ലാതാരുണ്ട് നേതാവ്. അബ്ദുല്ലാത്തൻ കരളെ ആമിനാത്തൻ പൊരുളെ ആകെ ലോകം വാഴ്ത്തുന്ന നേതാവ്. ഇഷ്ടമാണ് നബിയെ ഉടയോന്റെ നിധിയെ അങ്ങല്ലാതാരുണ്ട് നേതാവ്. അബ്ദുല്ലാത്തൻ കരളെ ആമിനാത്തൻ പൊരുളെ ആകെ ലോകം വാഴ്ത്തുന്ന നേതാവ്. തങ്ങൾ നടന്ന വഴിയിൽ തൗഹീദിൻ പൂവൻ അരികിൽ വിരിഞ്ഞ പൂക്കൾ പാരിൽ സുഗന്ധമായി. തങ്ങൾ നടന്ന വഴിയിൽ തൗഹീദിൻ പൂവൻ അരികിൽ വിരിഞ്ഞ പൂക്കൾ പാരിൽ സുഗന്ധമായി. അജബുകൾ അനവധി മക്കയാക നിറഞ്ഞ് ജഹലിന്റെ കുളിരുകൾ പ്രഭയാക നിറഞ്ഞ് അടുമെച്ച് നടന്ന് അലാമിനെ വളർന്ന് ആലെ മകരമത്തായി നബി തങ്ങൾ പിറന്ന്. മീലാദിൻ രാവിലും മൗലീദിൻ ശീലുകൾ മെഹബൂബിലേറെ ഹുബ്ബിൽ മദ്ഹിന്റെ താളമായി. മീലാദിൻ രാവിലും മൗലീദിൻ ശീലുകൾ മെഹബൂബിലേറെ ഹുബ്ബിൽ മദ്ഹിന്റെ താളമായി. മദ്ഹിന്റെ താളമായി. ഇഷ്ടമാണ് നബിയെ ഉടയോന്റെ നിധിയെ അങ്ങല്ലാതാരുണ്ട് നേതാവ്. അബ്ദുല്ലാത്തൻ കരളെ ആമിനാത്തൻ പൊരുളെ ആകെ ലോകം വാഴ്ത്തുന്ന നേതാവ്. മറ്റൊന്ന് മഞ്ചേരിയിൽ നിന്ന് ഐഷാബി. മുശിരിക്കത്തുരത്തിയ നബിയവര് മുർസലിനാദരവായവര് മഹ്ശറയിൽ തണലായവര് മന്നാൻ പുകഴ്ന്ന സഫിയുള്ള. മുശിരിക്കത്തുരത്തിയ നബിയവര് മുർസലിനാദരവായവര് മഹ്ശറയിൽ തണലായവര് മന്നാൻ പുകഴ്ന്ന സഫിയുള്ള. പതിമക്കത്തണഞ്ഞുള്ള നൂറുള്ള പെരിയോന്റെ ആറ്റിൽ ഹബീബുള്ള. മശരിക്ക് മഗ്രിബിൻ അളിവായി മന്നാനയച്ച റസൂലുള്ള. പതിമക്കത്തണഞ്ഞുള്ള നൂറുള്ള പെരിയോന്റെ ആറ്റിൽ ഹബീബുള്ള. മശരിക്ക് മഗ്രിബിൻ അളിവായി മന്നാനയച്ച റസൂലുള്ള. ഈ കുട്ടികളുടെ പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.